யாரு மேல யாரு கீழே அப்படின்ற பாகுபாடெல்லாம் எப்போ நம்ம பார்க்க போறதே இல்லை. நம்மளை பொறுத்த வரைக்கும் நம்ம எல்லாருமே ஒண்ணுதான், நம்ம எல்லாருமே சமம் தான். அதனால என் நெஞ்சில் கொடி இருக்கும். തമിഴ് മക്കളുടെ ഇഷ്ടനടൻ ഇളയദളപതി വിജയുടെ വരവിനെക്കുറിച്ച് വർഷങ്ങളായി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. തമിഴകത്ത് സിനിമയും രാഷ്ട്രീയവും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. അണ്ണാദുരയിൽ നിന്ന് തുടങ്ങിയ ഈ പാരമ്പര്യം കരുണാനിധി, MGR, ജയലളിത തുടങ്ങിയവരിലൂടെ ഉദയനിധിയിലും വിജയിലുമെത്തി. സിനിമയിലെ നായകൻ ജീവിതത്തിൽ വില്ലനായതിന്റെ ഞെട്ടലിലാണ് തമിഴ്നാട്ടിലെ യുവരാജാവ് ഉദയനിധി സ്റ്റാലിൻ. ഉപമുഖ്യമന്ത്രിയായി ഇരിപ്പുറയ്ക്കും മുമ്പെയാണ് സ്വന്തം പാർട്ടിയുമായി ഇളയദളപതി വിജയ് പോരാട്ടത്തിനിറങ്ങിയത്. ആക്ഷനിലും ഡയലോഗിലും കണ്ണീരിലും അലിയുന്നവരാണ് തമിഴ് മക്കൾ. രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത പയ്യൻ എന്ന് ചിലർ ആക്ഷേപിക്കുന്നുണ്ടെങ്കിലും ഒന്നും കാണാതെ വിജയ് അംഗത്തിനിറങ്ങില്ലെന്ന് കരുതുന്നവരേറെയാണ്. അഴിമതിയും ജനക്ഷേമവുമാണ് വിജയ് പ്രധാന പ്രചാരണ വിഷയങ്ങളാക്കാൻ സാധ്യത. ഒപ്പം തമിഴ് ദേശീയതയിലും ദ്രാവിഡ രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിന്റെ നിലപാടുകളും നിർണായകമാകും. എന്തായാലും 2026 തമിഴ്നാട് തിരഞ്ഞെടുപ്പ് പോരാട്ടം പ്രവചനാതീതവും ആവേശകരവുമാകുമെന്നതിൽ സംശയമില്ല. ദളപതിക്ക് MK സ്റ്റാലിന്റെ കോട്ട തകർക്കാൻ കഴിയുമോ എന്നത് കണ്ടറിയാം.